ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നാണ് ഹൗസ് വാമിംഗ് ഡേ. നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് തന്നെയായിരുന്നു കേട്ടോ പാല് കാച്ചലും. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഗണപതി ഹോമം അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നേ. അങ്ങനെ രാവിലത്തെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയായിട്ട് അമ്പലത്തിലൊക്കെ പോയി ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ നമ്മൾ പാല് കാച്ചൽ ചടങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നേ. കാരണം നമ്മുടെ തലേന്ന് ഫാമിലിയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് കാലത്തെ ഡ്രീമാണ് ഒരു വീട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വൈസ് ഇങ്ങനെ ഓരോ പണി നടക്കുമ്പോഴും നമ്മളിങ്ങനെ എപ്പോഴായിരിക്കും കഴിയുക ഇതുമല്ലായിരിക്കും നമുക്ക് ഇവിടെ കയറാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ നോക്കി നിന്ന് അങ്ങനെ ആ ദിവസം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ മാസം 26-ാം തീയതി ആയിരുന്നു നമ്മുടെ ഹൗസ് വാമിങ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പാല് കാച്ചാൻ പോവുകയാണ്. അപ്പോൾ അമ്മ പാല് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്ന് തന്നെയാണ് നമ്മുടെ ഹൗസ് വാമിങ്ങും, അതായത് പാല് കാച്ചലും വീട്ടിൽ കൂടലും ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയി റെഡിയായിട്ട് പിന്നെ നമ്മൾക്ക് ആൾക്കാർ വരാൻ തുടങ്ങും. അങ്ങനെ ഓരോ തിരക്കിലായിരിക്കും. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വലിയ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കസിനാണ് വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ക്യാമറ പിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അവൾ എടുത്തു തന്നുകൊണ്ട് ഈ വീഡിയോ ഒക്കെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനത്തെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയതൊക്കെ എല്ലാവർക്കും കൊടുത്തു. പാല് വെച്ചിട്ട് നമ്മൾ ചെറിയ പായസം പോലെ ആക്കിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. നമ്മളൊരു വയലറ്റ് തീമിലാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷേ നല്ലൊരു ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അത്രയും തിരക്കായിരുന്നേ. പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ നല്ല അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നൈറ്റായി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ഇട്ടിട്ട് കാണാം. ടാറ്റാ.